ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഇത്ര ഭംഗിയായി കാണാനും ചുറ്റിനുമുള്ള നാടിന്റെ 360 ഡിഗ്രി വ്യൂ കാണാനും പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കൊട്ടാരക്കരയ്ക്കടുത്ത് ഇഞ്ചക്കാടുള്ള ആയിരവല്ലിപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി എനിക്ക് തോന്നിയത് പാറയ്ക്ക് മുകളിലായി വേനൽക്കാലത്ത് പോലും പറ്റാത്ത നിറയെ മീനുകളും തവളകളും ഒക്കെയുള്ള ഒരു കുളമാണ്. പാറയ്ക്ക് മുകളിലും കുളത്തിലുമായി ശക്തമായ വെയിൽ അടിച്ചിട്ടും കുളത്തിന് താഴെയായി പാറയിടുക്കിലൂടെ വെള്ളം ഉറവയായി പുറത്തു പോയിട്ടും കുളത്തിലെ വെള്ളം വറ്റാതിരിക്കുന്നതും അതിൽ മീനുകളും മറ്റ് ജീവജാലങ്ങളും ജീവിക്കുന്നതും ഒക്കെ ഒരു അതിശയമായ കാഴ്ചയായി എനിക്ക് തോന്നി. പല ആകൃതിയിലുള്ള പാറകളും പാറകൾക്കിടയിലായി തളർത്തു നിൽക്കുന്ന പച്ച പുല്ലുകളും ചെറിയ മരങ്ങളും കുറ്റിച്ചെടികൾ കാറ്റും പാറയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെയായി ഒരു നല്ല അനുഭവമാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇഞ്ചക്കാടുള്ള തിരുവേളിക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ശിവഭഗവാന്റെ പ്രതിരൂപമായ ആയിരവല്ലി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് ആയിരവല്ലിപ്പാറ എന്ന് പേര് വീണത് എന്ന് പറയപ്പെടുന്നു. കൊട്ടാരക്കര ടൗണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററും ഏനാത്തു നിന്ന് ഏകദേശം 9 കിലോമീറ്ററുമാണ് ഇവിടേക്ക് എത്താൻ. ഒരുപാട് പ്രത്യേകതകളുള്ള പാറയ്ക്ക് മുകളിലെ ഈ കുളത്തിൽ വേസ്റ്റുകൾ കണ്ടാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ വൃത്തിയാക്കാൻ ശ്രമിക്കുക. ഇവിടെ വരുന്നവർ ദയവേത് ഇത്ര മനോഹരമായ സ്ഥലം വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏനാത്ത് നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി MC റോഡിൽ ഇഞ്ചക്കാട് വെച്ച് ലെഫ്റ്റ് സൈഡിലായി മണത്തിൽക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഒരു ആർച്ച് വെച്ച റോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ റോഡ് വഴി നേരെ ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ലൊക്കേഷൻ എത്തുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ റോഡിന് അരികിലായി ആയിരവല്ലി മലനട ഉപദേവാലയം എന്നൊരു ബോർഡും വഞ്ചിയും കാണാം. അതിനടുത്തായി റബ്ബർ തോട്ടത്തിനുള്ളിലൂടെ കാണുന്ന വഴിയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാറയ്ക്ക് മുകളിൽ എത്താൻ സാധിക്കുന്നതാണ്.